ഒരു നാട് മുഴുവൻ അർജുന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ കർണാടകത്തിലെ ഷിരൂരിലെ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയ അർജുനായുള്ള തെരച്ചിൽ 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അപകട സ്ഥലത്ത് ഡ്രില്ലിംഗ് ജോലികളൊക്കെ ആരംഭിച്ചു. മാത്രമല്ല അല്പസമയം കഴിയുമ്പോൾ 10 മണി കഴിയുമ്പോൾ സൈന്യം ബെൽഗാവിൽ നിന്ന് സൈന്യം കൂടി അവിടെ എത്തും. ഒരുപക്ഷെ ഈ സേന എത്തുന്നതോടെ കുറച്ചുകൂടി തെരച്ചിൽ മാറ്റമുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ അർജുൻ്റെ സഹോദരൻ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചു. യഥാർത്ഥത്തിൽ ഈ സൈന്യം വരുന്നതിലാണ് അവരുടെ പ്രതീക്ഷ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് സൈന്യം വരുന്നു, പക്ഷേ ഇതിലായിട്ട് എത്തിച്ചേർന്നിട്ടില്ല. ഇന്നലെ രാത്രി പറയുന്നുണ്ട് വരുന്നു, ഇതിലായിട്ട് എത്തിയിട്ടില്ല. SP ഇപ്പം വിളിച്ചപ്പോഴും സൈന്യം എത്രയും പെട്ടെന്നോടെ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. ഇതുവരെ SP കളക്ടറോ ആരും തന്നെ വന്നിട്ടില്ല. ഉള്ളിൽ NDRFൻ്റെ ഒരു സഖ്യമുണ്ട്, പക്ഷേ ഈ കളക്ടറിൻ്റെ ഉത്തരവുണ്ടെങ്കിൽ അവർക്ക് പണി തുടങ്ങാൻ പറ്റുള്ളൂ. ഇതുവരെ അവരും അതിൻ്റെ ഒരു പേരിൽ നിൽക്കുകയാണ്. ഇപ്പോഴും അവിടെ ആകെ 4 JCB ജസ്റ്റ് മണ്ണ് വാരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 7:30 അടുത്ത് സമയമായി. ഇതുവരെ അത്രേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. ഇപ്പോൾ ആണെങ്കിൽ കാലാവസ്ഥകൾ നോക്കി വലിയ മഴയൊന്നും കാര്യങ്ങളൊന്നുമില്ല. NDRFൻ്റെ സഖ്യത്തിനാണെങ്കിൽ പണിയെടുക്കുകയാണെങ്കിലും കളക്ടറിൻ്റെ ഉത്തരവാണ്. ഇതുവരെയായിട്ടും കളക്ടർ പോലും ഇവിടെ വന്നിട്ടില്ല. അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ് നമ്മോട് സംസാരിച്ചത്. ഇതുവരെ കാര്യമായ തെരച്ചിൽ തുടങ്ങിയിട്ടില്ല എന്നാണ് അഭിജിത്ത് പറയുന്നത്. ഈ ജില്ലയുടെ കളക്ടറോ അതല്ലെങ്കിൽ ബന്ധപ്പെട്ട ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ ആരും എത്തിയിട്ടില്ല. വളരെ മന്ദഗതിയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യം യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ ഗംഗാവാലി നദിയുടെ ഇപ്പേ കരയിൽ നിന്ന് ഞങ്ങളുടെ ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കര പകർത്തിയതാണ്. 1 കിലോമീറ്റർ അകലത്തിൽ നിന്നാണ് ഞങ്ങളുടെ ക്യാമറമാൻ ഈ ദൃശ്യങ്ങൾ പകർത്തി പ്രേക്ഷകരെ കാണിക്കുന്നത്. നമുക്ക് പരമാവധി കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ ക്യാമറയിൽ ഇത്ര മാത്രമേ ഉള്ളൂ എന്നുകൂടി ആ പരിമിതി കൂടി പ്രേക്ഷകർ മനസ്സിലാക്കുക. കാരണം ഈ പറയുന്ന സ്ഥലത്തേക്ക്, ഈ അപകടം പിടിച്ച സ്ഥലത്തേക്ക് വിങ്ങി നിൽക്കുന്ന 2 മലകൾക്ക് നടുവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ അവിടെ ഇത്രയധികം മാധ്യമപ്രവർത്തകരെ കടത്തിവിടുന്നത് ഒട്ടും സുഖകരമല്ല. മാത്രമല്ല കർണാടക സംസ്ഥാനത്തൊന്നും അത്ര ആ രീതിയിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയുന്നു. ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ശല്യം വളരെ കൂടുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ അവിടെ നിന്ന് വന്നു തുടങ്ങി എന്നാണ് അദ്ദേഹം എന്നോട് പുറത്ത് പറയേണ്ട എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചത്. ഞാൻ അദ്ദേഹം പുറത്ത് പറയരുതെന്ന് പറഞ്ഞ കാര്യം അതേ ശക്തിയിൽ പറയുന്നില്ല. എന്നാൽ ഇത് മാധ്യമപ്രവർത്തകരെ കൂടി അറിയിക്കേണ്ട കാര്യമുള്ളതുകൊണ്ട് ഞാനതൊന്ന് പൊതിഞ്ഞു മൂടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ മന്ദഗതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നു. സൈന്യം എത്തുന്നതോടെ വലിയ പ്രതീക്ഷയാണത് ഈ അർജുൻ്റെ കുടുംബം വച്ചു പുലർത്തുന്നത്.